പൈസക്കാർ മാത്രം കഴിക്കുന്ന ഫ്രൂട്ടാന്ന് വിചാരിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. കാരണം എന്താ, വീട്ടിൽ ഫ്രൂട്ട്സ് കൊണ്ടുവരുമ്പോൾ ഒരു വട്ടം പോലും കൊണ്ടുവരണം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച ഒരു ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് സ്ട്രോബെറി വേണമെന്ന്. അങ്ങനെ സ്ട്രോബെറി കിട്ടി. പേരിൽ തന്നെ ഉണ്ട് ആഡംബരം. ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ കവറിൽ തൂക്കി പിടിച്ച് കൊണ്ടുവരുമ്പോൾ ഇതുമാത്രം ചെറിയൊരു ബോക്സിൽ. ആഹാ, എന്താ കാണാൻ രസം, എന്താ പാക്കിങ്, എന്താ ലുക്ക്. ഔ, മനം മയക്കുന്ന സുഗന്ധവും. ഒരൊറ്റ കടി കടിക്കേണ്ടേ വന്നുള്ളൂ. പിന്നെ മനസ്സിലായത് ഇത് എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തതെന്ന്. സംഭവം കുറേ മുന്നേ വൈറലായ ഒരു സാധനമാണ്. എന്തോ സ്ട്രോബെറി ലണ്ടൻ ചോക്ലേറ്റ് എന്നോ അങ്ങനെന്തോ ആണെന്ന് തോന്നുന്നു. ആഗ്രഹങ്ങൾ പിന്നെ നീട്ടി വയ്ക്കരുത്. കാരണം ആഗ്രഹങ്ങളൊക്കെ അപ്പൊക്കെ തീർക്കണം. അതാണ് അതിൻ്റെ ഒരു ഇത്. ഫസ്റ്റ് ഞാൻ ചോക്ലേറ്റ് എടുത്തപ്പോൾ ഭയങ്കര കട്ടിയായിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ 2 സ്പൂണും കൂടെ പാലൊഴിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ മിക്സ് ചെയ്തു. അപ്പോൾ എൻ്റെ ചോക്ലേറ്റ് ഭയങ്കര ലൂസായിപ്പോയി. പിന്നെ ഞാൻ ഫ്രീസറിൽ വെച്ച് വേഗം സെറ്റ് ചെയ്തു. കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്ക് പണ്ടേ ഇല്ല, ഇപ്പോഴും ഇല്ല. അത് വേറെ കാര്യം. ഈ കുക്കിങ്ങും വീഡിയോ എടുക്കലും ഭയങ്കര ടാസ്കിങ് ആയ പരിപാടിയാണ്. കാരണം ട്രൈപോഡിൽ വെച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ ഒന്നും നോക്കില്ല, കൈ തന്നെ ശരണം. അങ്ങനെ കൈക്ക് പിടിച്ചു. ഒരു കയ്യിൽ ഫോണ്, മറ്റേ കയ്യിൽ ചോക്ലേറ്റ്, സ്ട്രോബെറി. പിന്നെ ടേസ്റ്റ് ചെയ്യണമല്ലോ, ടേസ്റ്റിങ്ങല്ലേ മുഖ്യം. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ കഴിക്കുമ്പോൾ എൻ്റെ മുഖത്ത് തന്നെ എക്സ്പ്രഷൻ കാണണം, നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത്രക്കും വാവ് ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ പഠിച്ചവനെ, എന്തൊരു പുളിയാണിത്. എല്ലാവരും പറഞ്ഞൊക്കെ സ്ട്രോബെറി ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര മധുരമാണെന്നൊക്കെ. ഓടായിക്ക് പുളി കിട്ടിയത്. പിന്നെ എന്തൊരു ഫുഡ് കിട്ടിയാലും ആസ്വദിച്ച് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. എൻ്റെ ഒപ്പം എല്ലാവരും ഫുഡ് കഴിക്കുന്നാലും ഓരൊക്കെ നീച്ചു പോയാലും ഞാൻ എന്നാലും അവസാനം ഞാൻ നീക്കുള്ളൂ. കാരണം എനിക്ക് ഫുഡ് ആസ്വദിച്ച് കഴിക്കണം, അങ്ങനത്തെ ഒരാളാണ് ഞാൻ. എന്തായാലും ആ ആഗ്രഹം കൊണ്ടാണ് സാധിച്ചു. ഞാൻ ഹാപ്പിയാണ്. പിന്നെ എന്തായാലും വാങ്ങിയതല്ലേ, ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഫുള്ള് ഞാൻ തന്നെ തിന്നു. അപ്പം ഇത്രേ ഉള്ളൂ. ബൈ.